GSTR 1-ലും GSTR 1A-ലും HSN കോഡ് മെൻഷൻ ചെയ്യുന്നതിനെ പറ്റി ഒരു അഡ്വൈസറി GSTN ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഫേസ് 1-നും ഫേസ് 2-ക്കും ശേഷം GSTR 1-ലും GSTR 1A-ലും HSN കോഡ് മെൻഷൻ ചെയ്യുന്നതിന് ഫേസ് 3 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് റിട്ടേൺ പീരീഡ് ജനുവരി 2025 മുതലാണ്. ഇതിൽ ഒരു ഡീറ്റെയിൽഡ് അഡ്വൈസറി GSTN ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇപ്പം നടക്കുന്നത് ഫേസ് 2 ആണ്. ഫേസ് 2-ൽ 5 കോടിയിലും താഴെ അഗ്രിഗേറ്റ് ടേൺ ഓവറുള്ള ടാക്സ് പേയേഴ്സിന് 4 ഡിജിറ്റ് HSN കോഡും 5 കോടിക്ക് മുകളിൽ അഗ്രിഗേറ്റ് ടേൺ ഓവറുള്ള ടാക്സ് പേയേഴ്സിന് 6 ഡിജിറ്റ് HSN കോഡും മാൻഡേറ്ററി ആയി മെൻഷൻ ചെയ്യണം. ഇതിൽ നമുക്ക് HSN കോഡ് മാനുവലായി എൻ്റർ ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അലർട്ട് മെസ്സേജ് മാത്രമായിരിക്കും വരിക. ഇത് GSTR 1 അല്ലെങ്കിൽ GSTR 1A ഫയൽ ചെയ്യുന്നതിന് ഒരു തടസ്സം ആയിരിക്കുകയില്ല. GSTR 1 1A ഫയൽ ചെയ്ത് പോകും. പക്ഷേ ഫേസ് 3 വരുമ്പോൾ അതിൽ മാനുവൽ ഡാറ്റ എൻട്രി ഉണ്ടായിരിക്കില്ല. ഫേസ് 3-ൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിരിക്കും വരിക. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് HSN കോഡ് സെലക്ട് ചെയ്യണം. കസ്റ്റമൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ, HSN മാസ്റ്ററിൽ നിന്നും കസ്റ്റമൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും എന്തിനെ പറ്റിയുള്ള HSN ആണെന്നും. അത് ഓട്ടോ പോപ്പുലേറ്റ് GSTR 1-ലോ 1A-ലോ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടേബിൾ 12-ലെ വാലിഡേഷനിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. B2B സപ്ലൈസിനും B2C സപ്ലൈസിനും സെപ്പറേറ്റ് ആയിട്ട് HSN കോഡ് മെൻഷൻ ചെയ്യണം. B2B സപ്ലൈസ് GSTR 1-ൽ വരുന്നത് ടേബിൾ 4A, 4B, 6B, 6C, അതുപോലെ തന്നെ ടേബിൾ 8, ടേബിൾ 9A, ടേബിൾ 9B, ടേബിൾ 9C, ടേബിൾ 15, ടേബിൾ 15A എന്നീ ടേബിളുകളിലാണ്. അതിലെ ടോട്ടലുകൾ ടേബിൾ 12-ലെ B2Bയുടെ HSN കോഡിലെ ടോട്ടൽ വാല്യൂമായിട്ട് മാച്ച് ചെയ്യണം. അതുപോലെ തന്നെ B2C സപ്ലൈസ് GSTR 1-ൽ വരുന്നത് ടേബിൾ 5A, ടേബിൾ 6A, ടേബിൾ 7A, ടേബിൾ 7B, ടേബിൾ 8, ടേബിൾ 9A, ടേബിൾ 9A B2CL, ടേബിൾ 9B, ടേബിൾ 9C, ടേബിൾ 10, ടേബിൾ 15, ടേബിൾ 15A ഈ ടേബിളുകളിൽ നിന്നാണ്. അതിലെ ടോട്ടലുകൾ ടേബിൾ 12-ലെ B2Cയുടെ HSN കോഡും ആയിട്ട് HSN കോഡിലെ ടോട്ടൽ സെയിൽസുമായിട്ട് മാച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ എറർ മെസ്സേജ് വരുന്നതായിരിക്കും. പക്ഷേ ഇതൊന്നും GSTR 1A ഫയൽ ചെയ്യുന്നതിന് തടസ്സമായിരിക്കില്ല. എന്തെങ്കിലും അമെൻമെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ വാല്യൂ മാത്രമാണ് വാലിഡേഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേസ് 4 വരാൻ പോകുന്നു. അത് ഭാവിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് ചേഞ്ച് കൂടെ വന്നിട്ടുണ്ട്. ടേബിൾ 12 ഓഫ് GSTR 1 അല്ലെങ്കിൽ 1A അത് B2B സപ്ലൈസും B2C സപ്ലൈസായിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B2B സപ്ലൈസിനും B2C സപ്ലൈസിനും സെപ്പറേറ്റ് ആയിട്ട് HSN സമ്മറി ടാക്സ് പേയർ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ പുതിയൊരു ബട്ടൺ വന്നിട്ടുണ്ട് ടേബിൾ 12-ൽ, ഡൗൺലോഡ് HSN കോഡ് ലിസ്റ്റ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ആകും. അതിൽ HSN കോഡിൻ്റെയും SAC കോഡിൻ്റെയും അപ്ഡേറ്റഡ് ലിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ബട്ടൺ കൂടിയുണ്ട്, പ്രോഡക്റ്റ് നെയിം ആസ് ഇൻ മൈ മാസ്റ്റർ. മൈ മാസ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റ് നെയിം ഏത് HSN കോഡാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോഡക്റ്റ് നെയിം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് മൈ മാസ്റ്ററിൽ ആ നമ്മളുണ്ടാക്കിയ പ്രോഡക്റ്റ് നെയിം സേവ് ആയിട്ടുണ്ട്. അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക്
ആ പർട്ടിക്കുലർ HSM കോഡ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും UQCയും അതായത് യൂണിക് ക്വാണ്ടിറ്റി കോഡ് അതും ക്വാണ്ടിറ്റിയും എല്ലാം ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഓപ്ഷനിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.